എന്നാൽ നമുക്ക് പൈസ കൊടുക്കാനുണ്ട്, പക്ഷെ ജോലിക്കാരത്തിനെ കിട്ടാനില്ല. കാരണം ഈ നാട്ടിലെ ജോലിക്കാരത്തി ഉമ്മയായിരുന്നു. ആറ്റാശ്ശേരി പുറത്ത് ഒരു വിധം വീട്ടിലൊക്കെ 50 റുപ്യക്കൊക്കെ ഞാൻ ജോലി ചെയ്തിരുന്നത്. ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ അടുക്കളയിൽ ഉമ്മയും വേണം, ഉമ്മറക്കോലയിൽ വാപ്പിയും വേണം. എന്നാലാണ് ആ വീടൊരു സ്വർഗ്ഗമാവുന്നത്. ഏത് ഇതിൽ ഫസ്റ്റ് പോയി കഴിഞ്ഞാലും നമുക്ക് നഷ്ടം തന്നെ. ഇന്നിപ്പോ ഇത് കൂട്ടി കഴിച്ചോ, നാളെ ഞാൻ വെച്ചുതരാം. നിങ്ങൾക്ക് എന്നാ കഴിച്ചു. നിങ്ങളിപ്പോ ഇത് മനസ്സിൽ വെക്കാതെ പറഞ്ഞേക്കും, പക്ഷെ ഈ സമയത്ത് അതിന്റെ മനസ്സിലൊരു മുറിവന്നെ ആവും. ആ ചൂടാവല് മിസ്സാവണ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് അവരില്ലാത്തൊരു ടൈം വരെ നമുക്ക് എന്ത് അധികാരം പോലെ എടുത്തെടുക്കാൻ പറ്റും. ഉമ്മാരാണെങ്കിലും ഉപ്പാരാണെങ്കിലും ഈ ലൈഫ് ഇവർക്ക് കണ്ടിന്യൂറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊന്ന് വല്ല ഇൻകം കിട്ടണം. ആ ടെൻഷൻ ഇവർക്ക് ഉണ്ടാവില്ലെങ്കിൽ ആ ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടാവും. ഞാനിത് 30,000 വ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഞാനിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബവും, ഇപ്പൊ കൂടുമ്പോൾ ഭൂകമ്പം ആവുന്നതും കുടുംബമാണെന്നാണ്. രക്ഷപ്പെട്ടത് ഉമ്മേനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, മകന് വിശ്വാസമായിട്ടില്ല. ഗർഭിണിയാകുമ്പോഴും ടെൻഷനാണ്, പുറത്തു വന്നാലും ടെൻഷനാണ്, വലുതായാലും ടെൻഷനാണ്. ഒളിച്ചോടി പോവോ ചാടി പോവോ. ഞാനൊക്കെ ഒരു കാലത്ത് ഡ്രസ്സിന് വേണ്ടി കൊതിച്ച ടൈമുണ്ട്. എൻ്റെ വാപ്പ അവസാനത്തെ ടൈമിൽ ഒരു ബിരിയാണി വേണമെന്ന് ചോദിക്കുമ്പോൾ മൂപ്പർക്ക് അത് കഴിക്കാൻ കഴിയുന്നില്ല. ഇതിനേക്കാൾ പ്രശ്നം രക്തബന്ധങ്ങൾ വേർപെടുന്നത് വലിയ പ്രശ്നം തന്നെയല്ലേ. അന്ന് പഠിക്കാനുള്ള സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പ്രാരാബ്ദം മൊത്തം നമ്മളെ തലക്കായിരുന്നു. രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് പണിക്കൂടായിരുന്നു. ഞാനും ഒരു പാവപ്പെട്ട ആളായിരുന്നു. നമ്മളൊരാൾ എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ തോറ്റു പോകുന്നത് നമ്മളാണ് തോറ്റു പോകുന്നത്. കാരണം നമ്മളെ തന്നെ തിന്നാൻ കൊടുത്ത് അതിന് പൈസ ഇട്ടിട്ട് എന്താ കാര്യമുള്ളൂ. പുറത്ത് നിർത്തി അതേ സ്കൂളിൽ ഇപ്പം നമ്മളെ 2-3 പ്രോഗ്രാമിന് ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് മനസ്സിലായി സക്സസ് ആയതിനോട് വില ഉള്ളൂ, അല്ലാത്തവന് ഒരു വിലയില്ല. ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. കണ്ടതിൽ വെച്ചിട്ട് ഒരു ബിഗസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു മോളുടെ ബർത്ത്ഡേ പ്രോഗ്രാം അല്ലെ. ഏറ്റവും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അപ്പൊ നമുക്ക് മനസ്സിലായത് നിങ്ങൾ എല്ലാവരുമായിട്ട് ഒരു നല്ലൊരു ബോണ്ട് വെക്കുന്ന കൂട്ടത്തിലാണല്ലേ. അത് എല്ലാവരുമായിട്ട് ഈ ഫാമിലി വ്ളോഗ്സ് എല്ലാവരുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് അത്ര വലിയൊരു പ്രോഗ്രാം ആയിരുന്നില്ല അന്ന്. ഷാജഹാൻ എന്ന് പറഞ്ഞ ആള് 1 മില്യൺ സെലിബ്രേഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പരിപാടി എന്താന്ന് വെച്ചാൽ ഓൻ കുറെ ആൾക്കാരെ വിളിച്ചു, ആ കൂട്ടത്തില് ഞാനും കുറച്ച് ആൾക്കാരെ വിളിച്ച് ഇത് വമ്പൻ പരിപാടി. രണ്ടാളും കൂടെ ഒന്നിച്ച് നടത്തിയ പ്രോഗ്രാം. മെയിൻലി പക്ഷെ ഇങ്ങനെ ഒരു പുറത്തോട്ട് വന്നത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. പാവപ്പെട്ടവരെ സഹായിച്ച പോരെ, പാവപ്പെട്ടവർക്ക് കൊടുത്താൽ പോരെ. ഞാനും ഒരു പാവപ്പെട്ട ആളായിരുന്നു. നമ്മളൊരാൾ എന്താന്ന് വെച്ചാൽ ആ ടൈമിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരെയും സഹായിക്കൂല എന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ബർത്ത്ഡേ വരുമ്പോഴും എന്ത് വരുമ്പോഴും പക്ഷെ ഇതൊന്നും വീഡിയോ ഇടൂല എന്നുള്ളൂ. നമുക്കിത് നമ്മൾ ചാരിറ്റി ചെയ്യുന്നതും പൈസ കൊടുക്കണതും കാണിക്കണമെന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളങ്ങനെ ചെയ്യലില്ല. ഇപ്പൊ നമ്മുടെ മോൾക്ക് ബർത്ത്ഡേന്റെ കുറെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതേമാതിരി ഇവളുടെ ഡ്രസ്സുകൾ, ഇവൾക്ക് ഈ കൊളാബറേഷനിൽ ഒരുപാട് ഡ്രസ്സ് കിട്ടും. ഇതെല്ലാം നമ്മൾ ചിലപ്പോൾ ഒരു വട്ടം 1 ടൈം ആ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രമേ അത് നമ്മൾ തന്നെ നമ്മുടെ പൈസക്ക് ഡെലിവറി അയച്ചു കൊടുക്കല, അതായത് കൊറിയർ അയച്ചു കൊടുക്കല. കാരണം ആവശ്യക്കാർ ഇട്ടോട്ടെ. ഞാനൊക്കെ ഒരു കാലത്ത് ഡ്രസ്സിന് വേണ്ടി കൊതിച്ച ടൈമുണ്ട്. ഇപ്പൊ നിന്റെ വീട്ടിലിരിക്കുന്ന പല കളിപ്പാട്ടങ്ങളും, അതായത് ഞാനന്ന് ആഗ്രഹിച്ച പല കളിപ്പാട്ടങ്ങളും ഞാൻ നിന്റെ മക്കൾക്ക് വാങ്ങി കൊടുത്തിട്ട് നമ്മളെന്താക്കാണ് ആ ഒരു സന്തോഷം ഓളിലൂടെ ഞാൻ കാണാണ്. അതാണ് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കിട്ടാത്ത നമ്മുടെ മക്കൾക്കെങ്കിലും നമ്മൾ വാങ്ങി കൊടുക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ്. അതെ അതെ. പക്ഷെ നമ്മളെ ഇപ്പൊ ഒരു പരിപാടി നടത്തിയാലും എന്തെങ്കിലും ചെയ്താലും ആ ഒരു പൈസ നമ്മുടെ കയ്യിൽ വെച്ചിരുന്ന അത് പല കൈകളിലോട്ട് എത്തില്ലല്ലോ. അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ആർക്കും പോകുന്നില്ല എന്ന് തോന്നുന്നു. ആർക്കും പോകില്ല. ഇപ്പൊ നമ്മൾ കല്യാണം വെച്ചാല് ആ കല്യാണത്തിന് ഒരു കാറ്ററിംഗുകാരെ വിളിക്കുകയാണെങ്കിൽ അത് അത്രയും പേർക്ക് ജോലി ആ ഒരു ദിവസം കിട്ടണമെന്ന് ആരും ചിന്തിക്കൂല. അതെ. അവരെ വമ്പം കല്യാണം, ലൈറ്റ് ഉണ്ടായിരുന്നു, പൂവുണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു ചിന്തിക്കുള്ളൂ. ഇതിന്റെയൊക്കെ ബാക്കിൽ പണിയെടുക്കുന്ന ആൾക്കാരെ ആരും ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വലിയൊരു വീട് വെച്ചു. ഇപ്പൊ അതന്നെ ഇപ്പൊ വലിയ വീടുകളുണ്ട്. ആൾക്കാർ ചോദിക്കും അത് ആർഭാടാണ്. പക്ഷെ ആ ഒരു വീട്ടിൽ എത്ര ജോലിക്കാരുണ്ടാവും. പൂന്തോട്ടം വെട്ടി വൃത്തിയാക്ക ആളുണ്ടാവും, കിച്ചണിലെ ആളുണ്ടാവും, അടിച്ചൊരു തുടക്കാൻ ആളുണ്ടാവും. അവർക്കൊക്കെ ജോലിയല്ലേ. അങ്ങനെ ചിന്തിക്കാലോ. എന്താണ് പൂട്ടി പോയ പോലെയൊക്കെ വരുമാനമാർക്ക് നിന്നില്ലേ. ഈ സിനൂസ് കിച്ചൺ ഇനി ആക്റ്റീവ് ആക്കി എടുക്കാൻ കണ്ടിന്യൂസ് ഡെയിലി വീഡിയോ ഇടാനുള്ള പ്ലാൻ ഉണ്ടോ? ഇല്ല. ഇവർക്കൊന്നും സത്യം പറഞ്ഞ എൻ്റെ വീട്ടിൽ ഒരാൾക്കും എന്താണ് യൂട്യൂബ് വീഡിയോ ഇടുക, അതിന്നൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ആർക്കും ഒരു ആഗ്രഹമില്ല. ഈ ആഗ്രഹം മൊത്തം എനിക്കാണ്, ഇതൊന്ന് പൈസ ഉണ്ടാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇപ്പൊ ഇവരൊക്കെ ഒരു ലൈഫ് ജീവിക്കുന്നുണ്ടല്ലോ, ഈ ലൈഫ് ഇവർക്ക് കണ്ടിന്യൂറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊന്നും വല്ല ഇൻകം കിട്ടണം. ആ ടെൻഷൻ ഇവർക്ക് ഉണ്ടാവില്ലെങ്കിൽ ആ ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടാവും. ശരിക്കും അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? അതായത് ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തുടങ്ങിയ സമയത്തൊക്കെ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറവാണല്ലോ. ബട്ട് പിന്നീട് ഒരു ഭയങ്കര ഒരു ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിലും യൂട്യൂബേഴ്സിന്റെ എണ്ണം, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ എണ്ണം കൂടി. പിന്നെ ആ ഒരു യൂട്യൂബിൽ ഇപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സ് കൂടുമ്പോൾ നമ്മുടെ വീഡിയോസിന് വരുന്ന റീച്ചും കമ്പാരിറ്റീവ്ലി കുറയുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു പേടി ഉണ്ടോ ശരിക്കും, ഇങ്ങനെ ഒരു നിലനിൽക്കണം എന്നുള്ള സംഭവം? അതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് ടെൻഷനുള്ളൂ. അതായത് ഇപ്പൊ നമുക്കൊരു 5 ലക്ഷം വ്യൂസ് കിട്ടുന്നിടത്ത് പെട്ടെന്ന് 1 ലക്ഷം വ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ചിലർ ടെൻഷൻ അടിച്ചിട്ട് ആ 1 ലക്ഷം വ്യൂസ് പിന്നെ ഒരു 50,000-ലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവർക്ക് ഇത് മൈൻഡ് ഔട്ടായിട്ട് നിർത്തുന്ന ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്, നിർത്തിയവരും ഉണ്ട്. ഞാനിത് 30,000 വ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഞാനിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ 30,000 വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ടൈമിലുള്ള കോണ്ടന്റിന് അത്ര വാല്യൂ ഇല്ലാത്തതുകൊണ്ടാവും ആ വ്യൂസ് കുറഞ്ഞത്. നേരം അത് കൂടുന്നൊരു ടൈം ഉണ്ടാവും, അതിന് നമ്മുടെ വീട്ടിൽ വല്ല വിശേഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇപ്പോഴേ നിർത്തി കഴിഞ്ഞ് പിന്നെ ആ ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഞാനിതൊരു ജോബായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷത്തിൽ ഞാൻ 3 ചാനൽ തുടങ്ങിയ 3 ചാനലിന്റെ പ്ലേ ബട്ടണും ഞാൻ വാങ്ങി വെച്ചു. ആ 3 ചാനലിൽ നിന്നും ഇൻകം വരുന്നുണ്ട്. അതിൽ ഞാൻ കണ്ടിന്യൂസ്ലി ഇപ്പോൾ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ടൈമിൽ, എൻ്റെ വെഡ്ഡിങ് അല്ല, ഇപ്പോൾ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് ആണെന്നുണ്ടെങ്കിലും ഡെലിവറി ടൈം ആണെങ്കിലൊക്കെ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് കോണ്ടന്റ്സ് കിട്ടുന്ന സമയമാണ്. ഈ കണ്ടിന്യൂസ് ആ ടൈമിലൊക്കെ നമ്മൾ ഈ 3 ചാനലിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു നല്ലൊരു ഇൻകം കിട്ടും. കുഞ്ഞുവാവ ഒന്ന് കരഞ്ഞിട്ട് ഒരു കുഞ്ഞു ഗ്യാപ്പ് വന്നു. ഇത്രയൊന്നും ഗ്യാപ്പ് തരലില്ല. നമ്മൾ വന്നോണ്ട് ഇത്തിരി കൂടെ ഒരു സഹകരണ മനോഭാവമായിരുന്നു തോന്നുന്നു. പെട്ടെന്ന് സെറ്റാക്കി. ഉറങ്ങിയോ ആള്? ഉറങ്ങിയിട്ടില്ല. സിനു ഇവിടെ ആണെങ്കിലും മൈൻഡ് എവിടെയാണ്. ശരിക്കും പറഞ്ഞാല് കുഞ്ഞുവാവ ഉള്ളത് കൊണ്ട് തന്നെ ഫുള്ള് ആ ഒരു കോൺസെൻട്രേഷൻ മൊത്തം എവിടെ ഇരുന്നാലും അങ്ങോട്ടേക്കായിരിക്കും അല്ലേ? കരയുന്നുണ്ടോ എന്നുള്ളൊരു. അത് ഇത് മാത്രമല്ല കേട്ടോ, ഈ ഒരു ടൈമിൽ ഇപ്പൊ നമ്മളെ കുഞ്ഞിന്റെ വീഡിയോസ് കുറെ നമുക്ക് റെക്കമെൻഡ് ആയിട്ട് ഇങ്ങനെ വീഡിയോസിൽ വരും. അതിൽ ഈ കുട്ടികളുടെ വായൽ ഇങ്ങനെ അടപ്പ് കുടുങ്ങി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ടൈമിൽ നമ്മൾ ഈ കുട്ടികളെ ഭയങ്കരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ വല്ല അടപ്പും ഉണ്ടോ കല്ലും ഉണ്ടോ, ഭയങ്കര ടെൻഷനാണ്. പിന്നെ പെറുക്കി തിന്നാലും ഇങ്ങോട്ട് മാറി തുടങ്ങണം. അതുവരെ ഭയങ്കര നമ്മൾ ശ്രദ്ധിച്ചോണ്ട് തന്നെ വേണം. അതെ, ടെൻഷനല്ലേ? ഗർഭിണിയാകുമ്പോഴും ടെൻഷനാണ്, പുറത്തു വന്നാലും ടെൻഷനാണ്, ഇനി വലുതായാലും ടെൻഷനാണ്. ഒളിച്ചോടി പോവോ ചാടി പോവോ, ഇപ്പോഴത്തെ കാലമല്ലേ. മൊത്തത്തില് ഒരു ടെൻഷൻ മയമാണ്. ഉമ്മ എന്ത് പറയുന്നു? സത്യം പറഞ്ഞാല് സുഖമായിട്ടിരിക്കുന്നോ? ഉമ്മ ഹാപ്പിയാണ്. ഉമ്മ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പൊ ഈ ഒരു വീടില്ലേ, ഇപ്പൊ ഈ ഒരു വീട് വെക്കുന്ന ടൈമിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അടിച്ചോരി തുടക്കാനൊന്നും ആളെ കിട്ടണ്ട, നിങ്ങളെ കൊണ്ട് നടക്കൂല കേട്ടോ പറഞ്ഞു. നടക്കുവൊക്കെ അറിയാം. ഇപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ സിറ്റ് ഗർഭിണി ആകുമ്പോഴും ഉമ്മാക്ക് വയ്യാത്താവുമ്പോഴൊക്കെ ഇതിങ്ങനെ നമ്മുടെ കയ്യില്ലല്ലോ. അപ്പൊ ഈ ഒരു 1-1.5-2 മാസമായിട്ട് ഈ വീട്ടിലേക്ക് ഒരു ഒരു ജോലിക്കാരത്തിനെ അന്വേഷിച്ച് നടക്കായിരുന്നു. അതായത് ഇതൊക്കെ ഒന്ന് അടിച്ചു വെക്കാം, ഇത്രയും പൈസ മുടക്കി ഒരു വീടുണ്ടാക്കി അത് മെയിൻറ്റെയിൻ ചെയ്താലല്ലേ അതിന്റെ വൃത്തിക്ക് കിടക്കും. പിന്നെ അത് കാണുമ്പോ നമുക്കൊരു ടെൻഷനാ, ഇങ്ങനെ കച്ചറ പിടിച്ച് കിടക്കുമ്പോ. ആരെയും പറയാനും പറ്റില്ല, കാരണം ഒരു കുട്ടീനെ നോക്കണം, അതൊക്കെ മുകളിലൊക്കെ കേറി ഭയങ്കര പാടന്നെ. അപ്പൊ ഇതായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തേടി നടന്ന് ഇതുവരെ ഒരു ജോലിക്കാരത്തിനും കിട്ടിയില്ല. ഈ നാട്ടിലെ ജോലിക്കാരത്തി എന്റെ ഉമ്മയായിരുന്നു. പിന്നെ ഉമ്മാക്ക് ഇപ്പൊ പ്രായമായി, പിന്നെ ഈ വീട്ടിൽ നമുക്ക് ഉമ്മാനെ ജോലിക്കാരത്തിയാക്കാൻ പറ്റൂലല്ലോ. ഈ നാട്ടിലെ ജോലിക്കാരി എന്ന് പറഞ്ഞാൽ ഉമ്മ എന്റെ അറിവിൽ ഏകദേശം ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ടൈമിലൊക്കെ ഈ ആറ്റാശ്ശേരി പുറത്ത് ഒരു വിധം വീട്ടിലൊക്കെ 50 റുപ്യക്കൊക്കെ ജോലി ചെയ്തിരുന്നത്. 50 രൂപക്കൊക്കെ ജോലി ചെയ്തിരുന്നത്. ആ 50 രൂപ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ കവറിലാക്കിയിട്ട് അത്രയും വീടുകൾ അടിച്ചോരി തുടച്ച് വന്നിരുന്ന ആളാ. ഇന്ന് ഒരു ജോലിക്കാരത്തിന് നമുക്ക് ഇവിടെ കിട്ടാനില്ല. ഇന്ന് നമുക്ക് പൈസ കൊടുക്കാനുണ്ട്, പക്ഷെ ജോലിക്കാരത്തിനെ കിട്ടാനില്ല. കാരണം ഈ നാട്ടിലെ ജോലിക്കാരത്തി ഉമ്മയായിരുന്നു. അതുകൊണ്ട് വരാൻ ആളുകൾക്ക് മടിയാ. അങ്ങനെയുള്ളവരും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ചോദിക്കാനും മടിയുണ്ട്. കാരണം അവര് ജോലിക്ക് പോകുന്ന ആൾക്കാരാ. അവരുടെ കൂടെ ഉമ്മാടെ കൂടെ ജോലിക്ക് പോയ ആൾക്കാരുണ്ട്, പക്ഷെ അവരെ വിളിച്ച് നമ്മളോട് ജോലിക്ക് വിളിക്കുക ഉമ്മാക്ക് ഒരു മടിയാ. എങ്ങനെ വിളിക്കാന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. മനസ്സിലായി. കാരണം ഒരുമിച്ച് ജോലിക്ക് പോയ ആൾക്കാർ, കാരണം രക്ഷപ്പെട്ടത് ഉമ്മേനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഉമ്മാക്കന്നെ വിശ്വാസമായിട്ടില്ല. ഉമ്മയുടെ കൂടെ ജോലി ചെയ്തവരെ ഇങ്ങോട്ട് വിളിക്കാനായിട്ട് ഉമ്മയ്ക്ക് മടി. പക്ഷെ ഒന്നോർക്കുമ്പോഴത്തേക്ക് അത് നല്ലതാണ്. കാരണം അവർക്കൊരു വിഷമാവണ്ടല്ലോ. കാരണം അവർക്ക് ചിലവർക്ക് ഇപ്പോഴും വീടായിട്ടില്ല, അവരിപ്പോഴും പണി എടുത്തോണ്ട് നിൽക്കുകയാണ്. ഇത് നമ്മള് പറഞ്ഞു ഒരു സമയമാണ്. ഒരു കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു, ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്നു. ഓരോ ടൈം നാളെ കഷ്ടപ്പെടുമെന്നും ഇല്ലെന്നും അറിയാം. പക്ഷെ ഒരു ദിവസം എല്ലാവരും
പോലെ ജീവിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം നടന്നു. പിന്നെ ഭൂമിയിലോട്ട് മനുഷ്യനെ പഠിച്ചു വിടുന്നത് ആഗ്രഹങ്ങളൊക്കെ സാധിക്കണ്ടേ? അല്ലെങ്കിൽ ആളവിടെ പോയി ചോദിക്കും നിങ്ങൾ എന്താ ചെയ്തു ചോദിക്കൂലേ. ഇത്രയൊക്കെ നിങ്ങൾക്ക് അവസരം തന്നിട്ടൊന്നും ഇനി ഇതൊക്കെ പറയുന്നത് രക്ഷപ്പെട്ടോന്നല്ലേ ഇതൊക്കെ പറയാനും പറ്റുള്ളൂ. അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. നമുക്കിപ്പോ ഒരു മനുഷ്യൻ രക്ഷപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാല് അവന് 3 നേരത്തെ ഫുഡും കാര്യങ്ങളും കിട്ടിയാൽ മതി. കാരണം ഞാൻ എൻ്റെ വാപ്പ ഹോസ്പിറ്റലിലാവുന്ന ടൈമിൽ ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയത് പൈസ ഒന്നുമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് അസുഖങ്ങളാണ് വരാതിരിക്കേണ്ടത്. കാരണം നമുക്ക് ഒന്നും ഭക്ഷിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അടുത്ത് 1 കോടി രൂപ ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ പൈസ നോക്കൂല, നമുക്ക് എന്തെങ്കിലും അന്നം കിട്ടിയാൽ മതിയെന്ന്. കാരണം എൻ്റെ വാപ്പ അവസാനത്തെ ടൈമിൽ ഒരു ബിരിയാണി വേണമെന്ന് ചോദിക്കുമ്പോൾ മൂപ്പർക്ക് അത് കഴിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ വയറിലാന്ന് അസുഖം ഉണ്ടായിരുന്നു. വായിൽ വെക്കുമ്പോൾ അപ്പം ഛർദ്ദിക്കും. അപ്പം നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുക പൈസക്കെ അല്ല, നമുക്ക് ഒരു 3 നേരം ഫുഡ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് അസുഖങ്ങളില്ലാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ല അഹങ്കാരം ഏത് പൈസക്കാരന് എന്തിന്റെ അഹങ്കാരം മാറാനുള്ള ഒറ്റ മൂല്യമുള്ളൂ, ഒരു വയ്യാഴിക വരുന്നത്. വയ്യായിക വരുന്നത്. അപ്പോഴാണ് നമുക്ക് ചിന്തിക്കുക. ശരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിരിക്കുന്ന പൈസക്ക് ഒരു മൂല്യമില്ല അല്ലേ? മൂല്യമല്ല. പൈസക്കായാലും സ്വത്തിനായാലും എന്ത് മൂല്യമുള്ളത്? ഒരു മൂല്യമല്ല. നമ്മളൊക്കെ ഇതിപ്പോ കുറേ പൈസ ഉണ്ടാക്കി ഇതൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല, നമ്മൾ മരണപ്പെട്ടു, പിന്നെ എന്തിനാ അത് ഉണ്ടാക്കി? ഇത് അനുഭവിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കുക, കുറച്ച് സേവിങ്സ് എവിടെയെങ്കിലും മാറ്റി വെക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ മില്യണർ ആവണം എന്ന് എടുത്ത് വെച്ചിട്ട് ഇതൊന്നും നമ്മുടെ മരിച്ചു പോയിട്ട് അവൻ്റെ അടുത്ത് കുറെ പൈസ ഉണ്ടാകുന്നു പറഞ്ഞിട്ട് കാലത്തൊക്കെ ആസ്വദിക്കണ്ടേ? അതെ, പിന്നെ ആസ്വദിക്കണം. അങ്ങനൊക്കെ ആ കഥയിൽ പെട്ടാട്ടോ. പിന്നെ ഇങ്ങനെ പറയും നിങ്ങൾ പൈസ ഭയങ്കര ദൂരത്തടിയാണ്, ഉമ്മ പറയും ഈ ഇങ്ങനെ ചെലവാക്കുകയാണ്. ഞാനെൻ്റെ ആഗ്രഹം നടത്തുന്നു അങ്ങനെ. അത് കൂടുതൽ ദൂരത്തടിക്കാനും 10 12 കാറൊന്നുമില്ല, ഒരു കാറ്. ആ കാർ ഇപ്പോഴും 3 കൊല്ലമായിട്ട് ആ കാറിനാ. ഈ നമ്മൾ നെഗറ്റീവ് കമന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ ഉമ്മയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഉമ്മ ഇതുപോലെ ഇത്രയും കഷ്ടപ്പെട്ട് 50 രൂപ കുട്ടിയുള്ള കഥ. അപ്പോഴും നല്ല കമന്റുകൾ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം കണ്ടത് ഉമ്മയുടെ പൊരുത്തം കിട്ടിയ മോൻ എന്തായാലും രക്ഷപ്പെടാതെ പോവില്ല എന്നുള്ളത്. മോനെന്നല്ല ആരും നമുക്കെന്താ വെച്ചാൽ ഉമ്മാര് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും എന്തെങ്കിലും കാര്യം പറയുന്നത് വെച്ചാൽ ഉമ്മാരും അതായത് നമ്മളെ ഉപ്പാരുമാണ് നമ്മുടെ അത് നമ്മുടെ ദുനിയാവിൽ അവരാണ് ഏറ്റവും നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ വൈഫുണ്ട്, ഇപ്പൊ വൈഫിനോട് നമ്മൾ നമ്മൾ ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചു നേരം ഇങ്ങോട്ട് ചൂടാവും. പക്ഷെ ഉമ്മാര് ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചൂടാവല് ആസ്വദിക്കുന്ന ആ ചൂടാവല് മിസ്സാവണ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് അവരില്ലാത്തൊരു ടൈം വരെ നമുക്ക് എന്ത് അധികാരം പോലെ എടുത്തെടുക്കാൻ പറ്റും. ഉമ്മാരാണെങ്കിലും ഉപ്പാരാണെങ്കിലും. ഉപ്പാരോട് ആൺകുട്ടികൾ അങ്ങനെ അധികാരം എടുക്കൂല, പെൺപിള്ളേരായിരിക്കും. പെൺപിള്ളേരെ അങ്ങനെ എടുക്കും. അതിപ്പോ എനിക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഇപ്പൊ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്, എനിക്ക് റിലേറ്റ്. കാരണം ഞാൻ വലുതാവും തോറും ഞാൻ ഉപ്പാടേക്ക് ഇങ്ങനെ ബഹുമാനിച്ചിട്ടും പേടിച്ചിട്ടും ഇങ്ങനെ മാറിയിരുന്നായിരുന്നു. ഉമ്മാരോട് നമുക്ക് എന്തും പറയാന്നുള്ളൊരു അവസ്ഥ. പെൺമക്കളെ നേരെ തിരിച്ചു പോകും. അതേമാതിരി തന്നെ നമ്മളിപ്പോ ഉമ്മ എന്ന് പറയുമ്പോ അടുക്കളയില് നമ്മളിപ്പോ ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ അടുക്കളയിൽ ഉമ്മയും വേണം, ഉമ്മറക്കോലായാലും വാപ്പിയും വേണം. എന്നാലാണ് ആ വീട് ഒരു സ്വർഗ്ഗമാവുന്നത്. അതിൽ ഏത് ഫസ്റ്റ് പോയി കഴിഞ്ഞാലും പിന്നെ നഷ്ടം തന്നെ. അത് പിന്നെ നഷ്ടം തന്നെ. പിന്നെ തിരിച്ചെടുക്കാൻ നമുക്കൊന്നും ഇല്ല. അത് കളിക്കാം. ആണോ? ഇടക്കിടക്ക് കരയുന്നുണ്ടോ? ഇടക്കും ചെറുക്കും. ഉമ്മ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ? ഉമ്മ വരും. ഉമ്മ അവിടെ തളയം പൊരിച്ചോണ്ടിരിക്കുക. എന്താ തളയം പൊരിച്ചോണ്ടിരിക്കുക? അതായത് ഇവിടുത്തെ നാട്ടിലൊരു മീനാ. നിങ്ങളെ നാട്ടിലെന്താ പറയാ? ആ പാമ്പ് പോലത്തെ ഒരു മീനില്ലേ? വാളയാ? അല്ല, തളയൻ എന്ന് പറയും. അറിയില്ല. അങ്ങനെ കുക്ക് ചെയ്തോണ്ടായിട്ടിരിക്കുക. അത് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ കുറെ ആൾക്കാർ ഉമ്മാനെ വിളിച്ചിട്ട് എന്താക്കിണു ഒന്ന് ഇതാക്കിക്കണു, നിങ്ങൾ ഈ ഉമ്മറ കഴിഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞൊന്ന് ഇതാക്കിക്കണം. അതിനുശേഷം ഭയങ്കര ഇതാ പേടിയാണോ? വീഡിയോയിൽ തന്നെ വരില്ല ഇടക്ക്. ആണോ? അപ്പൊ പിന്നെ എന്താ വെച്ചാൽ അതാണ് ഞാൻ പിന്നെ വല്ലാതെ പ്രസ് ചെയ്യാത്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അതായത് ആരെങ്കിലൊക്കെ വിളിച്ചു പറയും എന്ത് അതിനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് ഇങ്ങനെ വീഡിയോസിൽ കമന്റ്സ് ഒന്നും വായിക്കാറില്ലല്ലോ. വിളിച്ചു പറഞ്ഞു കൊടുക്കും. ഇപ്പൊ കുറച്ചൊക്കെ പടിയൽ തുടങ്ങിക്കണേ, വായിക്കാൻ പഠിക്കാൻ തുടങ്ങി. തപ്പി പിടിച്ച് ഓരോ അക്ഷരം വെച്ച് ഇങ്ങനെ കൂട്ടി വായിക്കും. മലയാളം വായിക്കും, മംഗ്ലീഷ് ഇപ്പൊ വായിക്കാൻ പഠിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇത് ഉമ്മ കാണാത്ത കമന്റ്സ് ഇതുപോലെ ബന്ധുക്കളൊക്കെ വിളിച്ചു പറയും. ബന്ധുക്കൾ എന്നല്ല, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, നമ്മൾ വീഡിയോസ് കാണുന്നവരുണ്ടാവും, അവര് വിളിച്ചു പറയും. ഉമ്മ ഏറ്റവും കൂടുതൽ വിഷമിച്ച് ഇവിടെ ഒരു വലിയ പുകിലായ സംഭവം എന്താ? അത് അങ്ങനെ വരികയാണെങ്കിൽ ഉമ്മാക്ക് അങ്ങനെ വിഷയമൊന്നുമില്ല.
പക്ഷെ എന്നാലും കുറെയൊക്കെ ഇങ്ങനെ നമ്മളെന്നെ പറയുമ്പോ ഒരു ഇതല്ലേ. അതെ അതെ അതെ, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക്. അപ്പൊ ഈ ഉമ്ര ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മ വീട്ടിലിരിക്കണം എന്നാണോ? മീൻസ് വീട്ടിലിരിക്കണം എന്നല്ല, അതായത് വീഡിയോയിൽ വരരുതെന്നാണോ? എന്താ സംഭവം ശരിക്കും? അങ്ങനെ അത് ഓരോരുത്തരുടെ ഇതാണ്. നമ്മളെന്താ വെച്ചാൽ ഇപ്പൊ നമ്മളെ ജോലിയും കൂടിയാണല്ലോ. നമ്മളിപ്പോ നമ്മളെല്ലാം ഇത് ഇനി തുടർന്ന് നമുക്ക് പോകണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിലും ഉമ്മയാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം മറിച്ച് നല്ല വൃത്തിക്കാണ് എല്ലാ വീഡിയോസും എടുക്കൽ, എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ലതായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതേമാതിരിയേ വരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ അത് ഞാനിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ മതത്തിനെ കുറിച്ചിട്ടോ ഇതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു വിരോധിയായിട്ട് മാറിപ്പോവും. ഒരിക്കലും അങ്ങനെ അല്ലല്ലോ. അല്ല, നമ്മളൊക്കെ ആ ചിട്ടകളൊക്കെ അനുസരിച്ച് ജീവിക്കണമുണ്ട്. ചിലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഉപയോഗിക്കുന്ന തന്നെ എല്ലാവരും തെറ്റന്നല്ലേ, പിന്നെ ആ വീഡിയോയിൽ നിന്ന് കമന്റ് ഇടുന്ന തന്നെ തെറ്റന്നല്ലേ. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. എന്താ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് പേടിച്ച് പറയണോ, എങ്ങനെ തിരിഞ്ഞു വരികയെന്ന് പറയാൻ കഴിയില്ല. പിന്നെ നമ്മുടെ ഈ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനി ഉണ്ടായാൽ പോലും ചാനലിൽ വന്ന് പറയുമോ? പരിപാടിയൊക്കെ നിർത്തിയോ? ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ അതിന്റെ ഒരു അവസ്ഥ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പോ റീസെന്റ് നമ്മളെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് പബ്ലിക് ആവോണ്ടാട്ടോ നമ്മളിത് പറയുന്നത്. പബ്ലിക് കാരണം എനിക്ക് ഫാമിലി ഇഷ്യൂസ് ഇതിൽ പറയാൻ ഒട്ടും ആഗ്രഹമില്ലാത്തൊരു സംഭവം. കണ്ടുപിടിക്കുന്ന ഇതൊക്കെ അല്ലല്ല, അത് നമ്മളെ ഒറ്റ മിസ്റ്റേക്ക് ആണ്. നമ്മളെ ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണല്ലോ. അവര് അതായത് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായപ്പോ അത് പറയേണ്ട സ്ഥലം ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാവർക്കും ചാനൽ നമ്മൾ തുടങ്ങി കൊടുത്തു. ഫാമിലിയിൽ എല്ലാവർക്കും ചാനലുണ്ട്. അപ്പൊ അതിലൊരു വിഷയം ചാനലില് വന്നു പോയതാണ്. അത് പിന്നെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഭയങ്കര ടെൻഷൻ. ഇത് എന്താണെന്ന് അറിയാൻ അവർക്ക് ഉറക്കം തന്നെ ഉണ്ടാവില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടും ഇങ്ങനെ ആക്കിയിട്ടും ഭയങ്കര ഒരു ഇഷ്യൂ ആയി മാറിയായിരുന്നു. അതെല്ലാം ഇപ്പോൾ സോൾവ് ആയി. മൊത്തത്തിൽ ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകണം. എനിക്കൊട്ടും ഇഷ്ടമല്ല. കാരണം നമ്മുടെ പേരിലുള്ളത് അയൽവക്കത്ത് പോലും കേൾക്കുന്നത് ഇഷ്ടമല്ല. അതാണ് കാരണം ഇതൊരു ബാധിക്കലാണ്. ഇപ്പൊ തന്നെ ഇപ്പൊ ഓരോ പ്രശ്നങ്ങൾ നടക്കലില്ലേ, ചിലപ്പോ തെറ്റുകാരനാവില്ല. അയാള് തെറ്റുകാരനാവണമെങ്കിൽ കോടതിയിലെത്തി ശിക്ഷ കിട്ടി അതിന്റെ തെളിവും കാര്യങ്ങളും. അതിന് മുന്നേ നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇപ്പൊ നമ്മള് ഒരു ന്യൂസ് പുറത്തു വരികയാണെങ്കിൽ ആ ന്യൂസുകാരെ അവരെ തെറ്റുകാരനാക്കി മാറ്റും. പിന്നെ അപ്പൊ മാത്രം അവര് ഭയങ്കര ഹൈപ്പാവും. ഏത് തെറ്റുകാരനെന്ന് അങ്ങോട്ട് പറയും. പക്ഷെ അവൻ തെറ്റുകാരനല്ലാന്ന് പുറത്തറിയുമ്പോൾ ഒരാളുണ്ടാവില്ല. അങ്ങനെ കുറെ ഇതിപ്പോ നടന്നുകൊടുക്കുകയാണല്ലോ. അതേമാതിരിക്കെ തന്നെ ആളുകളുടെ മൈൻഡും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് അത് സത്യമാണോ അല്ലേന്ന് നോക്കാനൊന്നും ഉണ്ടാവില്ല. ഈ സിനുവിന്റെ ഫാമിലിക്കൊക്കെ എങ്ങനെയാണ് നമ്മുടെ വ്ളോഗിങ്ങിന്റെ കാര്യത്തിലൊക്കെ അവരുടെ ഒരു ഇഷ്ടം എങ്ങനെയാണ്? ഞാൻ നിൽക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഓർക്കും ഇങ്ങനെ ചാനൽ വരുന്നോടൊന്നും, പക്ഷെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ എടുക്കുമല്ലോ, അത് വലിയ ഇഷ്ടമില്ല. അവിടെ നിന്ന് ഇങ്ങനെ കണ്ടാലൊന്നും കുഴപ്പമില്ല. ഇപ്പം ഈ ചക്കരയുടെ ആണെങ്കിലും സോഫിയയുടെ ആണെങ്കിലും ഇവര് തമ്മിലൊക്കെ ഉള്ള ഇഷ്യൂ, അതെല്ലാം സത്യം പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ നിൽക്കേണ്ട സംഭവം ഇങ്ങനെ ലോകം മൊത്തം അറിയുമ്പോഴത്തേക്ക് അതെ, അതൊക്കെ ഇങ്ങനെ ഇപ്പൊ ഈ ലോകം മൊത്തം ഇങ്ങനെ അറിയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവർക്കും ചാനൽസ് ഉണ്ട്. പക്ഷെ ഇവരുടെയും ഈ പറയുന്ന പോലെ ഹസ്ബൻഡിന്റെ ഫാമിലീസിനും അവിടുന്നൊക്കെ അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അവരുടെ റിയാക്ഷനേക്കാൾ കൂടുതൽ അവരെ ഫേസ് ചെയ്യണ നമുക്കായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഫാമിലിനെ, അവരുടെ ഫാമിലി. കാരണം ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന ഇഷ്യൂ അത് ബാധിക്കുന്ന ബന്ധുക്കാരെ ബാധിക്കുമ്പോ ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവളെ വീട്ടിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ഇഷ്യൂ തന്നെയല്ലേ. ഫാമിലി ഫംഗ്ഷന് വരുമ്പോ മറ്റേത് വീട്ടിലിറക്കണ ചിലപ്പോ നമ്മളെ വീട്ടുകാർ മാത്രം അറിയുന്ന കേസ് നാട്ടുകാർ മൊത്തം അറിയുമ്പോ അതെല്ലാവർക്കും ബാധിക്കും. അങ്ങനെ ഒരു ഫേസ് ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ട്. അതൊന്നും ആരും ചിന്തിക്കാതെ പറ്റിപ്പോയതാ. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഒന്നിക്കുന്നത് വരുമ്പോഴാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മൾ ഇനി വീഡിയോസ് ഒരാൾ തെറ്റി അകന്ന് നിൽക്കുകയാണെങ്കിൽ ആ ഒരു പേരിൽ പിന്നെ പ്രശ്നം തന്നെ ആവും. അപ്പൊ പിന്നെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി, നമുക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം, എല്ലാം പ്രശ്നം സോൾവ് ആയി വരിക എന്നുള്ളത്. അതെ, ഈ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴും ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ആയിരിക്കും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു. അതിനേക്കാൾ പ്രശ്നം രക്തബന്ധങ്ങൾ വേർപെടുന്നത് വലിയ പ്രശ്നം തന്നെയല്ലേ. ആൾക്കാർ പറയുന്നത് പോട്ടെ, കാരണം നമ്മുടെ ഫാമിലി തകരുമ്പോ പ്രശ്നം തന്നെയല്ലേ. പണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം, ഇപ്പൊ കൂടുമ്പോൾ ഭൂകമ്പം ആവുന്നതും കുടുംബമാണെന്നാണ്. അല്ല, നമ്മളെ ഇപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫാമിലി, പൊതുവെ ഒരു ഫാമിലിയിൽ ഒരു പ്രശ്നം നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതെല്ലാവരും തലയിലിടുന്നത് വന്ന് കയറി വന്ന ആളുടെ തലയിലോട്ട, പുള്ളിക്കാരത്തി വന്നു ഇതായി, അങ്ങനെ എല്ലാവരും അങ്ങനെ ഇടുന്നത്. ഞാനിപ്പോഴെന്താ വെച്ചാ ഞാനിപ്പോ ഇവിടെ അമ്മായിമ്മ പോരാണെന്ന് പറയുമ്പോൾ ആ വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ചേക്കാരം.
ഞാൻ അപ്പം അധികം കൂടുതൽ അങ്ങനത്തെ ക്യാപ്ഷൻസിലൊക്കെ എഴുതല്. കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് അതാണ് ഇഷ്ടം. അത് സിനു ഉമ്മീൻ തെറ്റിന്ന് പറഞ്ഞ എൻ്റെ പൊന്നു, വെറുതെ ഒരു ക്യാപ്ഷൻ ഇട്ടാൽ മതി, ആ വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ആയിരിക്കും. നല്ല വ്യൂസ് ആയിരിക്കും. കാരണം അങ്ങനെ എന്താ അറിയില്ല, അങ്ങനത്തെ കാണാനാണ് കൂടുതൽ ഇഷ്ടം. നേരെ മറിച്ച് ഇന്ന് ടൂറ് പോയ സ്ഥലം അടിപൊളിയായിരുന്നു പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ കാണൂല. അതങ്ങനെയാ. മറ്റൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, ചക്കരനെ പറഞ്ഞു വിട്ടു, സിനു പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബാക്കി കണ്ടന്റ് കാണാതെ തമ്മിൽ മാത്രം കണ്ട് കമന്റ് അടിക്കുന്നവരുണ്ടോ? കമന്റ് അടിക്കുന്നവരുണ്ട്, വീഡിയോ ഫുള്ള് കാണുന്നില്ല. അതാണ് കൂടുതൽ ഞങ്ങൾക്ക് വരിക. അപ്പൊ സിനിമ എപ്പോഴേലും പറയാറുണ്ട് തമ്മിൽ മാറ്റണം എന്നൊക്കെ? ഓളന്നെ ഇടക്ക് മാറ്റാറുണ്ട്. കാരണം ഓളെ അക്കൗണ്ടിലും നമ്മുടെ ചാനൽ കണക്റ്റാ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കമന്റ്സ് ഒന്നും കൂടുതൽ ഡിലീറ്റ് ആക്കാനതാണ് എനിക്ക് നേരം ഉണ്ടാവില്ല. അപ്പോൾ ഓളിങ്ങനെ ഫ്രീ ആയി നിൽക്കുന്ന ടൈമിലൊക്കെ ഓളത് ഒഴിവാക്കലൊക്കെ ഉണ്ട്. ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ യൂഷ്വലി വരുന്ന കമന്റ്സ് ആണ്, നിങ്ങളിത് നെക്സ്റ്റ് ഫോർച്യൂണർ ലോഡിംഗ് എന്നും അതുപോലെ തന്നെ എന്ത് പുതിയ വണ്ടി എടുക്കാനാ, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടിട്ട് പൈസ ഉണ്ടാക്കാനാ, അങ്ങനെയൊക്കെ വരുന്ന കമന്റുകൾ വരാറുണ്ട്. അത് എന്താ സംഭവിച്ചാൽ അതൊരു കോണ്ടന്റ് ബേസിൽ ചെയ്യുന്ന ആളുകൾക്കാണ് ആ പ്രശ്നമുള്ളൂ. നമ്മളൊരിക്കലും ചാനൽ കോണ്ടന്റ് അല്ല. അന്നെന്താ വിഷയങ്ങൾ ഇപ്പൊ ചിലപ്പോ ഒന്ന് മുരിങ്ങാക്കറി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയ വീഡിയോ റോ ആയിട്ടങ്ങ് പോവാ. അല്ലാതെ ഒരു അഭിനയിച്ചിട്ടുള്ള ഒരു കോണ്ടന്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അത് ഉണ്ടാക്കുക, അങ്ങനത്തെ നമ്മൾ ചെയ്തില്ല. ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്ന തന്നെ റിയൽ ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂ ആയിരുന്നു. അത് നമ്മളൊരിക്കലും പ്രശ്നമാക്കിയതല്ല. ഞാൻ ഒരിക്കലും അത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയം വെച്ചെങ്ങാണ്ട് എനിക്ക് വമ്പ് റീച്ച് ഉണ്ടാക്കാം. പക്ഷെ അവിടെ നമ്മൾ തോറ്റു പോകുന്നത് നമ്മളാണ് തോറ്റു പോകുന്നത്. കാരണം നമ്മളെ തന്നെ തിന്നാൻ കൊടുത്ത് അതിന്ന് പൈസ ഇട്ടിട്ട് എന്താ കാര്യമുള്ളൂ? ഒരു കാര്യമില്ല, അല്ലേ? നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു വിഷയം വന്നപ്പോൾ ഒരു വിഷയം പെട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കി വരുമ്പോൾ അതൊരു 10 വീഡിയോസ് എല്ലാം വരും. ആ 10 വീഡിയോസിൽ നെഗറ്റീവ്സും വരും. ഇവിടുന്ന് ഒരു 10 വീഡിയോസ് അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് ഒരു 10 വീഡിയോസ് ഇങ്ങോട്ട് വരും. അതിൽ മൊത്തം നാറുന്നത് നമ്മളാണ്, അല്ലേ? ഇതിന്റെയൊക്കെ ആൾക്കാർ പറയുന്നത് നമ്മളെയാണല്ലോ പറയുന്നത്, ഫാമിലിനാണല്ലോ പറയുന്നത്. ഇപ്പൊ ചക്കര ആണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും മൂത്ത സിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഇവരാരെ പറയുമ്പോഴും ഈ ഫാമിലിക്കാണല്ലോ പ്രശ്നം. അത് ചിന്തിച്ചാൽ മതി. എത്ര എല്ലാ ഒരു കുടുംബത്തിലെ ആളുകൾ എല്ലാം ഒരു കുളത്തിലെ മീനാണല്ലോ എന്ന് പറഞ്ഞാൽ. ഈ ഇപ്പം നമ്മള് നൗഫലിനെ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ജോലികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വലിയൊരു ഗ്രോത്താ വന്നത്. അപ്പോൾ ചിലപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള പിള്ളേരുടെയൊക്കെ പുറകിനായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഗ്രോത്ത് കാണുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ കാണുമ്പോഴത്തേക്ക് പഠിച്ച സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? അവരൊക്കെ അന്ന് കിട്ടാത്ത വാല്യൂ ഒക്കെ ഇന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് പഠിക്കാനുള്ള സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ കുടുംബവും ഉപ്പ ഉണ്ടായിരുന്നു, എങ്കിലും പ്രാരാബ്ദം മൊത്തം നമ്മുടെ തലക്കായിരുന്നു. അതായത് ഉമ്മാനെ കൊണ്ട് ഒറ്റക്ക് പോയി വീട്ടിലൊന്നും ജോലികൾ ചെയ്തിട്ട് എത്തിയായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് പണിക്കൂടായിരുന്നു. 5 മണിക്ക് ഇവിടുന്ന് ഒരു പച്ചക്കറിക്കാരൻ പോകും, അയാളപ്പം എന്നെ വിടും. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂളിലോട്ട് പോകണം. 9:30 വരെ ഞാൻ ഈ 4 ഗ്ലാസും വെക്കുന്ന പാത്രം കൊണ്ട് എല്ലാ മാർക്കറ്റിലൂടെയും പോയിട്ട് ഈ മീൻ മാർക്കറ്റ് ഉണ്ടാവും, ഇറച്ചിക്കട ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, അതിലോട്ടൊക്കെ ഇങ്ങനെ അവിടെ ഗ്ലാസ് ചായ വെച്ച് കൊടുക്കുന്ന പണിയാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോരണം. എത്ര വയസ്സിലാണ് ഇതൊക്കെ ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ടൈമിലാണ്. അപ്പൊ ആ ടൈമിലൊക്കെ നമ്മൾ എന്താ വെച്ചാൽ സ്കൂളിൽ എത്തുമ്പോൾ കൂടുതൽ സ്കൂളിന്റെ പുറത്തുണ്ടാവില്ലേ. ടീച്ചർമാരോട് പറയും, അപ്പൊ പറയും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് വരിക, പേരൻസിനെ കൂട്ടി വരാനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പേരൻസും വരില്ല. പിന്നെ ഓൽക്ക് തന്നെ തോന്നും. അങ്ങനെ കയറി 10ാം ക്ലാസ് എത്തിയപ്പോൾ പിന്നെ അങ്ങനെ കൂടുതൽ വഷളായി, സ്കൂളിൽ തീരെ പോകാൻ പറ്റാതായി. അപ്പോഴേക്കും മൂത്ത സിസ്റ്ററിന്റെ കല്യാണമായി 10ൽ പഠിക്കുന്ന ടൈമിൽ. അങ്ങനെ അതും എന്താണ് അവിടെ അങ്ങനെ പഠിത്തം അങ്ങനെ സ്റ്റോപ്പായി എന്നുള്ള ലെവലിൽ ഒരു ടീച്ചർക്ക് നമ്മളോട് നല്ലൊരു ഇതുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഇവിടെ അടുത്ത് തന്നെ അയലൊക്കത്ത്. അങ്ങനെ ആ ടീച്ചർ ഹാജർ എനിക്ക് ഇത് കുറവായിരുന്നു. അങ്ങനെ ആ ടൈമിൽ എൻ്റെ കാലൊക്കെ ഒടിഞ്ഞ ടൈമായിരുന്നു. അങ്ങനെ ആ മെഡിക്കലൊക്കെ കാണിച്ചിട്ട് പരീക്ഷയൊക്കെ എഴുതി 10ാം ക്ലാസ്സൊക്കെ പാസ്സായി. അതാണ് ഇന്നിപ്പോൾ അതേ സ്കൂളിൽ പുറത്ത് നിർത്തി അതേ സ്കൂളിൽ ഇപ്പോൾ നമ്മളെ 2-3 പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ എൻ്റെ മൊബൈലുണ്ട്. എന്താ നമ്മുടെ കൊണ്ടോട്ടിയിൽ കോളേജിൽ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പോയിട്ട് ഞാൻ എന്ത് പറയും എന്നുള്ളതാണ് എനിക്കറിയാം. കാരണം വിദ്യാഭ്യാസമുള്ളവരുടെ മുന്നിലാണ് നമ്മൾ പോയി നിൽക്കേണ്ടി. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ നമുക്കൊരു വാല്യൂ ഉണ്ടെങ്കിലാണ് എപ്പോഴും അംഗീകാരം ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പറയുന്നത് ജീവിതം പറയാനാ പറയുന്നത്. അതായത് നമ്മൾ സക്സസ് ആയാൽ മാത്രമേ നമുക്ക് വാല്യൂ ഉള്ളൂ.
ഞാൻ എന്നിട്ട് അവിടെ പോയി പറയാം, ഞാൻ പറഞ്ഞു സാറേ എനിക്ക് പറയാനൊന്നും അറിയില്ല, എനിക്കിപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് കോളേജിൻ്റെ മുന്നിൽ വന്ന് ഞാൻ എന്താ സംസാരിക്കണ്ടേ, എനിക്കെൻ്റെ ജീവിതം പറയാനേ പറ്റുള്ളൂ, അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സക്സസ് ആയവരെയാണ് ഈ മോട്ടിവേഷൻ ചെയ്യാൻ കൊണ്ടുവരുന്നത് ആവശ്യം. അതാണ്. അപ്പോൾ ഞാൻ സക്സസ് ആയാലേ വില ഉള്ളൂ. ഈ സ്കൂളിലായാലും കോളേജിലായാലും ഈ കുട്ടികളുടെ ആവശ്യപ്രകാരം ആയിരിക്കുമല്ലോ വിളിച്ചത്. അതായത് കുട്ടികളുടെ ആവശ്യവും പിന്നെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സക്സസ് ആവണം, നമ്മൾ ഡെയിലി ഇങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് വെച്ചാൽ അവർക്ക് മോട്ടിവേഷനാണ്. അപ്പോൾ അതിന് മനസ്സിലായി സക്സസ് ആയതിനോട് വില ഉള്ളൂ, അല്ലാത്തവന് ഒരു വിലയില്ല. അന്ന് ഞാൻ സക്സസ് അല്ലായിരുന്നു, അന്ന് ഞാൻ കോളേജിൻ്റെ സ്കൂളിൻ്റെ പുറത്തായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പഠിച്ചില്ലെങ്കിലും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ നമ്മൾ തിരിച്ചറിയുന്നതുകൊണ്ടും നമ്മളോരോ പരിപാടിക്ക് വിളിക്കുന്നതുകൊണ്ടും ഓർക്ക് നമ്മൾ ആവശ്യമുണ്ട്. അതാണ് എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ഇപ്പൊ യാത്രകളാണെങ്കിലും നിങ്ങളിപ്പോ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാല് യാത്രകളൊക്കെ ഒരുപാട് സ്വപ്നം കണ്ട് അല്ലേ, എനിക്കൊരു കുഞ്ഞു യാത്ര ചെയ്യണം എന്നൊക്കെ സ്വപ്നം കണ്ട് 2022 വരെ ഒരു ലോകം കാണാത്തൊരു മനുഷ്യനായിരുന്നു. 2025 ഇത് കഴിയാനായി നിൽക്കുമ്പോഴേക്കും ഒരുവിധം സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇനി ഇൻഷാ അല്ലാഹ് 25-ാം തീയതി വെള്ളപ്പാൻ്റെ അടുത്തേക്ക് പോകണം, ഖത്തറിൽ പോകണം. ഉമ്മാനെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറ്റണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഫ്ലൈറ്റ് കയറ്റി. ഉമ്മാനെ ആദ്യമായിട്ട് ഉമ്രക്ക് വിടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഉമ്മാന് ഉപ്പാന് വിടണം എന്നായിരുന്നു. പക്ഷെ ഉപ്പാക്ക് വരാൻ പറ്റിയില്ല, മരണപ്പെട്ടു. അതുകൊണ്ട് ഉപ്പാക്ക് വേണ്ടിയിട്ട് ഉമ്ര ചെയ്തോടെ. ഇനി അടുത്ത ഞങ്ങളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നു. ഞങ്ങൾ എല്ലാ മാസവും ഓരോ ട്രിപ്പ് പോകും. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തായിട്ട് ഇങ്ങനെ പോകും. യാത്രകളെ ഓർക്കാണ്ടുള്ളൂ. അതെ, അതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ, മെമ്മറീസ് ആണല്ലോ. പിന്നെ ഈ ഒരു വീഡിയോസിന്റെ കടയിൽ നിന്നുള്ള ടെൻഷൻ മാറിക്കിട്ടുകയും ചെയ്യും. പിന്നെ യാത്രകൾ പോകുന്ന സമയത്ത് അതെല്ലാം തന്നെ എല്ലാ വ്ളോഗിലും എടുക്കാറുണ്ടോ? അതോ എല്ലാം എടുക്കാറുണ്ട്. ഞാനിപ്പോ എങ്ങോട്ട് പോകുമ്പോഴും അതിലൊരു ബിസിനസ്സും പാടെ കാണാറുണ്ട്. കാരണം ഇപ്പൊ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് എടുത്തു, അത് നമുക്കൊരു മെമ്മറിയും പാടെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാശ്മീർ പോവാണെങ്കിൽ ഒരു മെൻഷൻ ചെയ്ത് കാശ്മീർ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും എടുത്ത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അത് പക്ക ഡയറി ആയിട്ട് കിടക്കുന്നുണ്ട്, ഡോക്യുമെന്ററി ആയിട്ട് കിടക്കുന്നുണ്ട്. എല്ലാ ലൈഫിലെ എല്ലാ മൊമെന്റ്സും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സക്സസ് നമ്മള് ഇപ്പൊ ആദ്യം മുതൽക്കുള്ള വീഡിയോസ് നോക്കുകയാണെങ്കിൽ അത് മുതൽ ഇങ്ങനെ കാണാൻ പറ്റുക. കാരണം ബുക്കിൽ എഴുതി വെക്കണമെങ്കിൽ എത്ര കാലം എഴുതി വെക്കണം. ഇതിപ്പോ വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്തിട്ട് TV-യിൽ അടിച്ചാൽ തന്നെ സംഭവം വരുമല്ലോ. പിന്നെ കറക്റ്റ്. അപ്പോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എല്ലാം കൊണ്ടും ഹാപ്പിയാണ് അല്ലേ? 4 വർഷം കൊണ്ട് ലൈഫ് മാറിയതാണ്. 4 വർഷം കൊണ്ട് ഞാനൊരു സ്വപ്നത്തിലാണ് ഇപ്പോഴും. നമ്മളതിനിപ്പോ നീച്ചില്ല, ഇനി അത് നടക്കുമെന്ന് നോക്കണം. സ്വപ്നമായിരുന്നു. പിന്നെ എല്ലാരും പറയും വന്ന് കയറിയ പെണ്ണിന്റെ ഐശ്വര്യം എന്നൊക്കെ പറയും. അങ്ങനെ പറയാൻ പറഞ്ഞെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അവള് വന്നതിന് ശേഷം വന്നതിന് ശേഷമാണ് വീടുണ്ടായത്, കുട്ടി ഉണ്ടായത്, 2 മക്കള്, വീടുണ്ടായത്. കാർ അതിന് മുന്നേ ഉണ്ടായിരുന്നു. വീടുണ്ടായത്, പിന്നെ നമ്മുടെ ചക്കരയുടെ കല്യാണം, അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിലെ കുറെയൊക്കെ സംഭവങ്ങള്. അതെ, ഈ പറയുന്ന പോലെ ഇടയ്ക്കൊക്കെ ആയാലും തമാശയായിട്ടെങ്കിലും ഇങ്ങനെ പറയാറുണ്ടോ? എല്ലാം ഞാൻ അങ്ങനെ പറയാറൊന്നുമില്ല. ആള് പറയാറുണ്ടോ? സിനിമ പറയാറുണ്ടോ? എല്ലാം എന്റെ ഭാഗ്യമാണെന്ന് തന്ത വൈബിലോട്ട് മാറിപ്പോയി. അതെ. അല്ല, ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ 3 വർഷം കൂടി നമ്മുടെ ലൈഫിലെ മാറ്റം എന്ന് പറഞ്ഞാൽ എടുത്തു പറയാനുള്ളത്, 1 വീട്, ആഗ്രഹിച്ച പോലത്തെ ഒരു വീട്, 2 ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം, പിന്നെ പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ ചെറിയ പെങ്ങളെ കെട്ടിച്ചു വിട്ടത് ഞാനാണ്. അങ്ങനെ എല്ലാം 30 വയസ്സിനകത്താ. 25 വയസ്സ് വരെ ഒന്നും അല്ലാതെ നിൽക്കായിരുന്നു. 5 വർഷത്തിനുള്ളിൽ ഒരു മനുഷ്യൻ ആയുഷ്കാലം ചെയ്യേണ്ട സംഭവം 5 വർഷം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിൽ അഹങ്കരിക്കണില്ല കേട്ടോ. എനിക്ക് എന്താ വെച്ചാൽ ഭയങ്കര പ്രൗഡാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഒരു വിദ്യാഭ്യാസം എന്താണ്, +2 വിദ്യാഭ്യാസം ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു വിദ്യാഭ്യാസത്തിൽ എന്നേക്കാൾ പഠിച്ച ആളുകൾ ഇപ്പോഴും വെഡിങ് സെന്ററിലൊക്കെ നിന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ അവരെ ആഗ്രഹം, കാരണം അവരെ ബെഞ്ചിൽ നോക്കിയിട്ട് ഓരോ പേജ് നോക്കി ഞാൻ കോപ്പി അടിച്ചിരുന്ന ആളാണ്. അതാണ് കാരണം, അവർക്ക് ഒന്നും ആവാൻ പറ്റാതെ എനിക്കിതിങ്ങനെ ആവാൻ പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ടും പിന്നെ പഠിച്ചവൻ്റെ തുണയും പിന്നെ വീട്ടുകാരുടെ പ്രാർത്ഥനയും മൊത്തത്തിൽ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. അതെ, എന്തായാലും അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഹാപ്പിയാണെന്ന് പറയാൻ പേടിയാണ്. അങ്ങനെ ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹാപ്പി എന്നോട് പറയുമ്പോൾ ഒരു ഭയങ്കര വിഷമിച്ചവർക്ക് നേരെ മറിച്ച് ഒരു ടെൻഷനാണെന്ന് പറഞ്ഞു. നോക്കി, അതിപ്പോ ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോഴൊക്കെ അങ്ങനെ തന്നെ അല്ലേ. ഹാപ്പി ആയ ചിഹ്നം നോക്കിയാൽ ആരും എന്താവൂല,
നോർമലി വിടും. നേരെ മറിച്ച് ഒരു പ്രാർത്ഥിക്കുന്ന ചിഹ്നവും ഭയങ്കര കറച്ച് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു വരുന്നത് 500 പേര് മെസ്സേജ് അയക്കും. അതറിയാൻ വേണ്ടിട്ടാ. ഹാപ്പിയായി ഇമോജി ഇട്ട് ഒരു മനുഷ്യൻ വരൂല, ജസ്റ്റ് ലൈക്ക് എടുത്തു വിടും. നമ്മളൊരു കാറ് വാങ്ങിയൊക്കെ കൂടെ ഒപ്പുള്ള ആൾക്കാർ വരെ ഒരു നല്ലൊരു കമന്റ് അതിന് ഇടൂല. അതേസമയം ഒരു വിഷമമാണെങ്കിൽ എല്ലാരും ഉണ്ട്. അത് വിഷമത്തിൽ പങ്കുചേരാനാവില്ല, ഇത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് വരുന്ന. അങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ ഒരുവിധം നല്ല ആളുകൾ ഉണ്ടാവും. ബട്ട് നല്ലതും ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, നല്ലതും ഉണ്ട്, ഇതേമാതിരി സംഭവങ്ങളും ഉണ്ട്. അപ്പൊ എന്തായാലും സിനു ഹാപ്പി അല്ലേ? അപ്പൊ എന്തായാലും ഇനിയും എല്ലാ ആഗ്രഹങ്ങളും, ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം നടക്കട്ടെ. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.